ഇന്ന് നമുക്ക് എക്കോ എന്ന സസ്പെൻസ് ത്രില്ലർ മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് 1970-75 കാലഘട്ടം കാണിച്ചുകൊണ്ടാണ്. കേരള കർണാടക ബോർഡറിലുള്ള ഒരു ലോഡ്ജിലേക്ക് എത്തുകയാണ് അപ്പൂട്ടി എന്ന ജീപ്പ് ഡ്രൈവർ. അവിടെ മോഹൻ പോത്തൻ എന്നൊരാളിനെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് അപ്പൂട്ടി വന്നിരിക്കുന്നതും. എവിടേക്കാണ് പോകേണ്ടതെന്ന് മോഹനോട് ചോദിക്കുമ്പോഴോ കാട്ടുകുന്നിലേക്കാണെന്നും മോഹൻ മറുപടി പറയുന്നു. ഈ കാട്ടുകുന്നില് ആകെ ഒരേ ഒരു വീടേ ഉള്ളൂ. അത് ഡോഗ് ട്രെയിനർ ആയിട്ടുള്ള കുര്യന്റെ വീടാണ്. കുര്യച്ചന്റെ വീട്ടിലേക്കാണോ പോകേണ്ടതെന്നും അപ്പൂട്ടി ചോദിക്കുന്നുണ്ട്. അതേ എന്നായിരുന്നു മോഹന്റെ മറുപടിയും. സത്യത്തിൽ ഈ മോഹനും കുര്യച്ചനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പല ഇനത്തിലുള്ള ഡോഗുകളെയൊക്കെ കൊണ്ടുവന്ന് അതിനെ ബ്രീഡ് ചെയ്യിച്ച് അതിന് ട്രെയിനിങ് കൊടുക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. അത് മാത്രമല്ല പല പല ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ വലിയ കോണ്ടാക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളും ഉണ്ടായിരുന്നു. കുര്യച്ചന്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ കാട്ടുകുന്നിലൂടെ ഏകദേശം 3/4 മണിക്കൂറോളം ജീപ്പ് ഓടിക്കേണ്ടതായിട്ടുണ്ട്. ജീപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് ദൂരം നടക്കേണ്ടിയിരിക്കുന്നു. കുര്യച്ചന്റെ വീട്ടിൽ ആകെയുള്ളത് കുര്യച്ചന്റെ ഭാര്യയായ മ്ലാത്തി മാത്രമാണ്. മ്ലാത്തി ഒരു മലേഷ്യൻ ലേഡിയായിരുന്നു. ഇവരുടെ യഥാർത്ഥ പേര് സോയ എന്നാണ്. കുര്യച്ചൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ മ്ലാത്തിയെ. എന്നാൽ കുര്യച്ചനാണെങ്കിൽ ആ വീട്ടിലില്ല. കുര്യച്ചനാണെങ്കിൽ എന്തോ പ്രശ്നത്തെ തുടർന്ന് ഒളിച്ചു താമസിക്കുകയാണ്. ആ ഒരു കാട്ടുകുന്നിലെ ഏതോ ഗുഹയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുര്യച്ചൻ വീടിന് ചുറ്റും ഒരുപാട് നായ്ക്കളുടെ കാവൽ നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിന്റെ പരിസരത്ത് ആരെത്തിയാലും സൂചന കൊടുക്കുവാൻ വേണ്ടിയിട്ട് നായ്ക്കളും അവിടെ കാവലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അപ്പൂട്ടി മോഹനോട് പറയുന്നുണ്ട്. മ്ലാത്തിയെ മലേഷ്യയിൽ നിന്ന് അടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് മലേഷ്യയിലുള്ള ഒരു പ്രത്യേക ഡോഗിനെയും കുര്യച്ചൻ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. മോഹൻ ഇപ്പോൾ കാട്ടുകുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആ പ്രത്യേക ഡോഗിനെ കൊണ്ട് തന്റെ ഡോഗിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ടാ. എന്നാൽ കുര്യച്ചനാണെങ്കിലോ നാട്ടിലില്ലല്ലോ. കുര്യച്ചൻ ഒളിവിലല്ലേ. കുര്യച്ചനെ തേടിയിട്ട് പോലീസുകാരും പിന്നിലുണ്ട്. കുര്യച്ചന്റെ തലയ്ക്ക് പോലീസുകാർ വൻതുക ഓഫർ ഇട്ടിട്ടുണ്ട്. അത്തരമൊരു പിടികിട്ടാപ്പുള്ളിയാണ് ഈ കുര്യച്ചൻ. കുര്യച്ചന് ഒരുപാട് ഭാര്യമാരുണ്ട്. അതിലൊരാളാണ് മലേഷ്യയിൽ നിന്ന് വന്ന കാട്ടുകുന്നിൽ താമസിക്കുന്ന മ്ലാത്തിയും. അങ്ങനെ അപ്പൂട്ടിയാണെങ്കിലോ മോഹനെ കാട്ടിൽ ഇറക്കി വിട്ടിട്ട് പോവുകയാണ്. മോഹനാണെങ്കിലോ തന്റെ ഡോഗിനെ അരുവിയുടെ വശത്ത് കെട്ടിയിടുകയും ഒക്കെ ചെയ്യുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി 8 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. കാട്ടുകുന്നില് ആകെ ഒരേ ഒരു വീടല്ലേ ഉള്ളൂ, കുര്യച്ചന്റെയും മ്ലാത്തിയുടെയും. കുര്യച്ചനും മ്ലാത്തിക്കും 2 ആൺമക്കളുണ്ട്. രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി വിദേശത്താണ് താമസിക്കുന്നതും. എന്നാലും 2 ആൺമക്കൾക്കും അച്ഛനെയും അമ്മയും നോക്കാനൊന്നും വയ്യ. കുര്യച്ചൻ ഒളിവിലാണെങ്കിലും മ്ലാത്തിയെ പോലും അവർ മൈൻഡ് ചെയ്യില്ല. പക്ഷേ അവരുടെ കണ്ണ് എപ്പോഴും കുര്യച്ചന്റെ ഏക്കർ കണക്കിനുള്ള വസ്തുവിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ നോക്കുന്നതിന് വേണ്ടിയിട്ട് 2 ആൺമക്കളും ചേർന്ന് പീയൂഷ് എന്ന പയ്യനെ ഏർപ്പാടാക്കിയിരിക്കുന്നു. ആ വീട്ടിലെ കാര്യങ്ങളും മ്ലാത്തിയെ സഹായിക്കുന്നതെല്ലാം പീയൂഷാണ് നോക്കുന്നതും. പീയൂഷ് ആ വീട്ടിൽ നിന്നും ആകെ കവലയിലേക്ക് വരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാ. ഒന്ന്, വീട്ടിലെത്തിക്കുള്ള സാധനം വാങ്ങാൻ. രണ്ട്, അവന് മണി ഓർഡർ വരുന്ന സമയത്ത് ആ ഒരു മണി ഓർഡർ കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ കവലയിലേക്ക് വരുന്നതും. അങ്ങനെ പീയൂഷ് ആണെങ്കിലോ മണി ഓർഡർ വന്നത് തന്നെ അത് വാങ്ങുവാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. തനിക്ക് കിട്ടിയ കാശിൽ പകുതി തന്റെ വീട്ടിലേക്കും മറുപകുതി തന്റെ കൂട്ടുകാരനായ ഉണ്ണിക്കും അയക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വീണ്ടും വീട്ടിലേക്ക് പോകുവാനായി ഇറങ്ങുന്ന സമയത്തായിരുന്നു റിട്ടയർ ആയ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നതും. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പാപ്പച്ചൻ എന്നാണ്. പാപ്പച്ചനൊപ്പം ഒരു നേവി ഓഫീസറും ഉണ്ടായിരുന്നു. പീയൂഷിനെ വഴിയിൽ വെച്ച് കണ്ട പാപ്പച്ചൻ നേവി ഉദ്യോഗസ്ഥനെ പീയൂഷിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പീയൂഷ് കുര്യച്ചന്റെ വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നതെന്ന് അറിഞ്ഞതോടുകൂടി നേവി ഉദ്യോഗസ്ഥനാണെങ്കിലോ തന്റെ കാറിൽ പീയൂഷിനെയും കയറ്റിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് കുര്യച്ചനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ആ ഒരു നേവി ഉദ്യോഗസ്ഥൻ. കുര്യച്ചനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നേവി ഉദ്യോഗസ്ഥൻ എത്തിയിരിക്കുന്നത്. ഒരു നേവി ഉദ്യോഗസ്ഥൻ എന്തിനായിരിക്കാം കുര്യച്ചനെ കുറിച്ച് അന്വേഷിക്കുന്നത്, കുര്യച്ചനെ കണ്ടുപിടിക്കാനായി നോക്കുന്നത് എന്നൊന്നും കാണിക്കുന്നതേയില്ല. പീയൂഷിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ നേവി ഉദ്യോഗസ്ഥൻ കുര്യച്ചനെ കുറിച്ചും മ്ലാത്തിയെ കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. മ്ലാത്തി ചേട്ടത്തി അധികം ആരോടും മിണ്ടാറില്ല, എന്നോട് പോലും അങ്ങനെ മിണ്ടാറില്ല. മാത്രമല്ല മ്ലാത്തി ചേട്ടത്തിയെ കുറിച്ചും കുര്യച്ചനെ കുറിച്ചും അധികമൊന്നും മ്ലാത്തി ചേട്ടത്തി പറഞ്ഞിട്ടുമില്ല എന്നും പീയൂഷ് പറയുന്നു. നീ എങ്ങനെയാണ് അവിടെ ജോലിക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ മ്ലാത്തി ചേട്ടത്തിയുടെ മൂത്ത മകനാണെങ്കിൽ ഒരു ഏജന്റിനെ ഏർപ്പാടാക്കിയിരുന്നു തന്റെ വീട്ടിലേക്ക് ആരെങ്കിലും ജോലിക്ക് നിർത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ഏജന്റ് വഴിയാണ് താൻ അവരുടെ വീട്ടിലേക്ക് വന്നതും. ആദ്യ ദിവസം തന്നെ വീട്ടിലേക്ക് വന്ന സമയത്ത് മ്ലാത്തി ചേട്ടത്തി അവിടെ ഇല്ലായിരുന്നു. മ്ലാത്തി ചേട്ടത്തിക്ക് പനി പിടിച്ചത് കൊണ്ട് തന്നെ താഴെ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ എന്നെ അവിടെ ഉണ്ടായിരുന്ന പട്ടികളെല്ലാം ചേർന്ന് വളഞ്ഞു. ഞാൻ പേടിച്ച് മരത്തിന് മുകളിലേക്ക് കയറി. ഒരു ദിവസം ഫുൾ എനിക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. മ്ലാത്തി ചേട്ടത്തി വന്നതിന് ശേഷമാണ് ഞാൻ താഴേക്ക് ഇറങ്ങിയതും. പിന്നെ അവിടെ വെച്ച് ഡോഗുമായിട്ട് നല്ല കമ്പനിയായി. പിന്നീട് എനിക്കൊരു പ്രശ്നവുമില്ല.
മ്ലാത്തി ചേട്ടത്തിക്ക് ഞാൻ എന്ത് കൊടുത്താലും അതാദ്യം മുറുമ്പിന് കൊടുത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മ്ലാത്തി ചേട്ടത്തി കഴിക്കൂ. എനിക്ക് അവരെ കുറിച്ച് വേറൊന്നും അറിയില്ല എന്നും പീയൂഷ് പറയുന്നു. അതേ സമയമായിരുന്നു പാപ്പച്ചൻ ഒരു കാര്യം പറയുന്നതും. പാപ്പച്ചൻ പോലീസിലായിരുന്ന സമയത്ത് ഈ കുരിയച്ചനാണെങ്കിൽ മ്ലാത്തിക്ക് പല പേരിലും ലെറ്റർ അയക്കുമായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ നിന്നും ആ ലെറ്റർ ആദ്യം കിട്ടുന്നത് പോലീസുകാർക്കാണ്. അവരാണത് വായിച്ചു നോക്കുന്നതും. ആ ലെറ്ററിൽ സംശയിക്കുന്ന വിധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, മ്ലാത്തിയുടെ സുഖവിവരം അന്വേഷിച്ചുകൊണ്ടുള്ള ലെറ്ററായിരുന്നു അതെന്നും പാപ്പച്ചൻ പറയുന്നു. നേവി ഉദ്യോഗസ്ഥൻ വിചാരിച്ചതുപോലെ കുരിയച്ചനെ കുറിച്ച് ഒന്നും തന്നെ അറിയുവാനായി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പീയൂഷിനോട് പറയുന്നുണ്ട്, കുരിയച്ചനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയുകയാണെങ്കിൽ തന്നെ അറിയിക്കണം. ആവശ്യത്തിനുള്ള കാശ് നിനക്ക് തരാമെന്ന് പീയൂഷിനോട് പറയുന്നു. പീയൂഷും ആ ഒരു ഡീലിന് ഓക്കെയാകും. അങ്ങനെ പീയൂഷ് വീണ്ടും തിരികെ മ്ലാതിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ കാടിനുള്ളിൽ വെച്ച് ഒരാൾ നടന്നു പോകുന്നതായിട്ട് പീയൂഷ് കാണുന്നു. പീയൂഷിന്റെ ശബ്ദം കേട്ടതും അയാൾ ഓടി രക്ഷപ്പെട്ടു കളയും. പീയൂഷിനാണെങ്കിൽ മ്ലാതിയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നോ എന്ന സംശയമുണ്ടായി. ഉടനെ തന്നെ പീയൂഷ് മ്ലാതിയുടെ വീട്ടിലേക്ക് എത്തി. എന്നാൽ അവിടെ മ്ലാതി സേഫ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആര് വരാനാ എന്നായിരുന്നു മ്ലാതിയുടെ മറുപടി. അപ്പോഴാണ് പീയൂഷിന് സമാധാനമായതും. അങ്ങനെ നേവി ഉദ്യോഗസ്ഥനാണെങ്കിൽ പാപ്പച്ചനെയും കൂട്ടി തന്റെ കാറിൽ അവിടെ നിന്നും യാത്രയായി. കുരിയച്ചനെ കുറിച്ച് ആരോടെങ്കിലും വല്ലതും ചോദിച്ചറിയാമെന്ന് കരുതിയാണ് യാത്ര തിരിച്ചതും. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് കാറിന് ബ്രേക്ക് കിട്ടില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു മലയുടെ ഭാഗത്ത് കൊണ്ടുവച്ചാണ് ബ്രേക്ക് പിടിച്ച് നിർത്തുന്നതും. അതോടുകൂടി നേവി ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലായി, കുരിയച്ചൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൊല്ലുവാൻ വേണ്ടിയിട്ട് കുരിയച്ചനാണ് ഇങ്ങനെ ചെയ്തതെന്നും നേവി ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് മ്ലാതിയെ കാണുവാൻ വേണ്ടിയിട്ട് മ്ലാതിയുടെ മൂത്ത മകൻ വരുന്നുണ്ട്. മ്ലാതിയുടെ മൂത്ത മകൻ മ്ലാതിയോട് പറയുന്നതോ, ഈ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കണ്ട, ഈ ഒരു വസ്തു ഒക്കെ വിറ്റിട്ട് ടൗണിൽ നല്ലൊരു വീട് വെച്ച് തരാം, അവിടെ വന്ന് അമ്മ താമസിക്കെന്നും മകൻ പറയുന്നു. സത്യത്തിൽ അമ്മയോടുള്ള സ്നേഹത്തിന് വന്നതല്ല, എങ്ങനെയെങ്കിലും ഈ കാണുന്ന ഏക്കർ കണക്കിന് വസ്തുവും ആ വീടും വിറ്റിട്ട് കാശും കൊണ്ട് പോകാനുള്ള പരിപാടിയാ. ആ ഒരു കാര്യം മ്ലാതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മ്ലാതിക്ക് അതിനൊന്നും വലിയ താല്പര്യമേ ഇല്ല. മകനും അത് മനസ്സിലാകുന്നുണ്ട്. അമ്മയ്ക്ക് അതിന് താല്പര്യമില്ല എന്ന് മനസ്സിലായതോടുകൂടി പോകുവാനായി ഇറങ്ങുന്ന മകൻ പീയൂഷിന്റെ കയ്യിൽ കുറെ കാശും കൊടുത്ത് അമ്മയെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യുവാനായി പറഞ്ഞിട്ടാണ് പോകുന്നതും. പീയൂഷ് കാശ് വാങ്ങി എന്നത് മ്ലാതിക്ക് മനസ്സിലായി. തിരികെ വന്ന പീയൂഷിനോട് അത് മ്ലാതി ചോദിക്കുന്നുമുണ്ട്. അതിൽ നിന്നും മ്ലാതിയെ ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പീയൂഷിന് മനസ്സിലായി. എന്നാൽ മ്ലാതിയുടെ ആ ഒരു മലേഷ്യയിലെ കഥകളൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്ന് കരുതി മലേഷ്യയിൽ മ്ലാതിയുടെ ജീവിതത്തെക്കുറിച്ച് പീയൂഷ് മ്ലാതിയോട് ചോദിക്കും. അങ്ങനെ മ്ലാതി തന്റെ കഥ പറയുവാനായി ആരംഭിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മലേഷ്യയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് മ്ലാതി എന്നറിയപ്പെടുന്ന സോയയും സോയയുടെ ഹസ്ബൻഡും താമസിച്ചിരുന്നത്. ദേ ഈ ആളാണ് സോയയുടെ ഹസ്ബൻഡ്. സോയയുടെ ഹസ്ബൻഡ് ആണെങ്കിലോ ഒരു വ്യത്യസ്ത ഇനത്തിലുള്ള ഡോഗിനെ ബ്രീഡ് ചെയ്ത് അതിന് പരിശീലനമൊക്കെ കൊടുത്ത് വളർത്തുകയാണ്. കാട്ടിൽ നിന്നും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊണ്ടുവരിക, സോയയുടെ ഹസ്ബൻഡിന് ഫുഡ് കൊണ്ടുപോവുക, സോയയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അങ്ങനെ ഒരുവിധം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണ് സോയയുടെ ഹസ്ബൻഡ് ഡോഗുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നതും. വ്യത്യസ്ത ഇനത്തിലുള്ള ഡോഗുകളൊക്കെ കണ്ടെത്തി അതിനേക്ക് ബ്രീഡ് ചെയ്ത് അതിനേക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു കുരിയച്ചനും മോഹനും ചെയ്തുകൊണ്ടേയിരുന്നതും. അങ്ങനെ സോയയുടെ ഹസ്ബൻഡിനെയും ഹസ്ബൻഡിന്റെ കയ്യിലുള്ള വ്യത്യസ്ത ഇനത്തിലുള്ള ഡോഗിനെ കുറിച്ചും മോഹനും കുരിയച്ചനും അറിയുകയും സോയയുടെ ഹസ്ബൻഡിനെ കാണുവാനായിട്ട് അവർ എത്തുകയും ചെയ്തു. അവർ വരുന്നത് ആ നാട്ടിൽ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവിടെ വന്ന് സോയയുടെ ഹസ്ബൻഡിനെയും സോയയും രണ്ടുപേരും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യും. കുറച്ചുനാൾ രണ്ടാളും സോയയുടെ വീട്ടിൽ താമസിക്കുകയാണ്. സോയയും ഭർത്താവും കുര്യനും മോഹനുമൊക്കെ നല്ല കമ്പനിയാവും. സോയയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയാൽ ഒരു മാസം കഴിഞ്ഞാണ് തിരികെ വരാറുള്ളത്. സോയയ്ക്ക് കൂട്ടിന് ഡോഗ്സുമുണ്ട്. അങ്ങനെ ഇപ്പോൾ കുര്യച്ചനും മോഹനുമൊപ്പം ഭർത്താവ് പോയതിനാൽ പിന്നെ സോയ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. ഭർത്താവ് ഒഴികെ മോഹനും കുര്യനും തിരികെ വരും. സോയയുടെ ഹസ്ബൻഡ് യുദ്ധം നടക്കുന്നതിനാൽ യുദ്ധത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. ആ വിവരം പറയുവാനായി വരുന്ന കുര്യനെ അകത്തേക്ക് കടക്കുവാൻ പോലും ഡോഗ്സ് സമ്മതിക്കില്ല. എന്നാൽ മോഹനാണെങ്കിൽ എത്ര വിളിച്ചിട്ടും സോയയോട് പറഞ്ഞിട്ട് താൻ വരുമെന്ന് കുര്യൻ പറഞ്ഞതിനാൽ മോഹൻ തിരികെ പോകുന്നു. കുര്യന്റെ അടുത്തേക്ക് പോകാനിറങ്ങുന്ന സോയെ ഡോഗ്സ് തടയും. ഒരു ഡോഗ് അവളെ കടിച്ചു, മറ്റൊന്ന് അവളെ അകത്തേക്ക് തള്ളിവിട്ടു. സോയയുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. ഡോഗ്സിനെ കൊല്ലുവാനായിട്ട് കുര്യന് കഴിയാത്തതിനാൽ കുര്യൻ മഴയും വെയിലും മൈൻഡ് ചെയ്യാതെ കാവലിരിക്കുകയാണ്. ഒടുവിൽ സഹിക്കാനാകാതെ ഡോഗ്സിനെ എല്ലാം വെടിവെച്ച് കൊന്ന് അകത്തേക്ക് വന്നപ്പോഴോ സോയ പനി പിടിച്ചു കിടക്കുന്നു. അവളെയും രക്ഷപ്പെടുത്തി ഡോഗ്സിനെ എല്ലാത്തിനെയും അവൻ കുഴിച്ചു മൂടുകയും ചെയ്തു. അവശേഷിച്ചത് കുഞ്ഞുകുട്ടി ഡോഗ്സ് മാത്രമായിരുന്നു. ഒറ്റയ്ക്കായ സോയയോട് ഇവിടെ താമസിക്കേണ്ട, ബന്ധുക്കളുടെ വീട്ടിലാക്കാമെന്ന് കുര്യൻ പറയുമ്പോഴോ തനിക്ക് ബന്ധുക്കൾ ആരുമില്ല, ഭർത്താവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നായിരുന്നു സോയയുടെ മറുപടി. അതോടെ സോയയെയും ആ കുഞ്ഞു ഡോഗ്സിനെയും കൊണ്ട് കുര്യൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് സോയ മ്ലാതിയായി മാറിയതും.
മ്ലാത്തി പറഞ്ഞ കഥകളെല്ലാം പീയൂഷ് നേവി ഓഫീസറിനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് കുര്യനൊപ്പം വന്ന ആളായിരിക്കാം 8 മാസം മുൻപ് കുര്യനെ തേടി വന്നതെന്ന സംശയം നേവി ഓഫീസർമാർക്കുണ്ടാകും. ഉടനെ തന്നെ അന്ന് മോഹനെ കൊണ്ടുവന്ന അപ്പൂട്ടി എന്ന ജീപ്പ് ഡ്രൈവറിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പൂട്ടി പറയുന്നത്, അന്ന് ഞാൻ മോഹനെ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം ഒരു വിവരവും അറിയാത്തതിനാൽ ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോഴോ മോഹൻ കൊണ്ടുവന്ന ഡോഗ് കെട്ടിയിട്ട നിലയിൽ ചത്തുകിടക്കുന്നു. എല്ലും തോലുമായി കിടക്കുകയാണ്. മോഹനെ അന്വേഷിച്ചു പോയപ്പോഴോ മലമുകളിൽ കഴുകനൊക്കെ പറക്കുന്നത് കണ്ടു. ചെന്ന് നോക്കിയപ്പോഴോ മലയ്ക്ക് താഴെയായിട്ട് മോഹൻ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടു. മോഹൻ മരിച്ചത് കൊണ്ടായിരിക്കാം ഡോഗിന് ആഹാരമൊന്നും കിട്ടാതെ ഡോഗും മരണപ്പെട്ടു പോയത്. അപ്പോഴേ താൻ പോലീസിൽ വിവരം അറിയിച്ചുവെന്നും അപ്പൂട്ടി പറയുന്നു. പോലീസിനോട് തിരക്കിയപ്പോഴോ ദുരൂഹതയൊന്നുമില്ല, കാൽ തെന്നി വീണാണ് മോഹൻ മരണപ്പെട്ടതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അങ്ങനെ നേവി ഉദ്യോഗസ്ഥനെ കണ്ട് തിരികെ വരുന്ന പീയൂഷിനെ വഴിയിൽ വെച്ച് 2 ലോറി ഡ്രൈവർമാർ കാണുന്നു. പീയൂഷിനെ തടഞ്ഞു നിർത്തിയ അവർ, നിന്നെ പറ്റി നിന്റെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാളെ ഇല്ലെന്നാണല്ലോ അവരൊക്കെ പറയുന്നത്, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പീയൂഷ് ടെൻഷനാകും. പീയൂഷിനെ പറ്റി അവർ അന്വേഷിച്ചത് എന്തിനെന്നാൽ രണ്ടാളും കുര്യനെ കൊല്ലുവാനായിട്ട് നടക്കുന്നവരാ. പീയൂഷിനെ കൂട്ടുപിടിച്ച് അവൻ വഴി കുര്യൻ വീട്ടിലേക്ക് വരുന്നതറിയാനായിട്ടാണ് അവർ കരുതിയിരിക്കുന്നതും. പക്ഷേ പീയൂഷിനെ പറ്റി അന്വേഷിച്ചതിൽ എന്തോ വശപ്പിശക് തോന്നുന്നു. പീയൂഷിനോട് പറയുന്നുണ്ട്, കുര്യനെ കുറിച്ച് വല്ലതും അറിയുകയാണെങ്കിൽ തങ്ങളോട് പറയണമെന്ന്. കൂടാതെ മോഹന്റെ മരണത്തിന് കാരണം നീയാണോ എന്ന് കൂടി ചോദിക്കുമ്പോഴോ പീയൂഷ് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. സത്യത്തിൽ മോഹൻ മരിക്കും മുമ്പ് പീയൂഷിനെ കണ്ടിരുന്നു. മോഹൻ കുര്യന് വേണ്ടിയിട്ട് 4 വർഷം ജയിലിൽ കിടന്നിട്ട് വരികയാണ്. അവർക്ക് പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഉണ്ടല്ലോ. കുര്യനെ കൊല്ലാനാണ് ഇപ്പോൾ മോഹൻ എത്തിയിരിക്കുന്നതും. പീയൂഷ് ആണെങ്കിലോ കുര്യന്റെ വീട്ടിൽ ജോലിക്ക് കയറുന്നതിന് മുൻപാണ് മോഹനെ കണ്ടതും. കുര്യനെ കൊല്ലുവാനായിട്ട് കൂട്ടു നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മോഹനെ നോക്കി മ്ലാതിയുടെ വീട്ടിലെ ഡോഗ്സ് ഒക്കെ പാഞ്ഞു വരുന്നു. പേടിച്ചു നിന്ന പീയൂസിനെ അവർ ഒന്നും ചെയ്തില്ല. പക്ഷേ മലമുകളിൽ നിൽക്കുകയായിരുന്ന മോഹനെ ഡോഗ്സ് എല്ലാം ചേർന്ന് താഴേക്ക് തള്ളിയിടുകയാണ് ചെയ്തതും. അങ്ങനെയാണ് താഴെ വീണ് മോഹൻ മരണപ്പെട്ടതും. അതിനുശേഷമാണ് പീയൂഷ് മ്ലാതിയുടെ വീട്ടിൽ ജോലിക്കെത്തിയതും. മോഹന്റെ കാര്യമൊന്നും പീയൂഷ് പോലീസിനോട് പറഞ്ഞിട്ടേയില്ല. അതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത്. നേവി ഓഫീസർ ഒരു കാര്യം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോഴുള്ള പീയൂഷ് യഥാർത്ഥ പീയൂഷ് അല്ല. എല്ലാ മാസവും അവൻ കാശ് അയക്കുന്നത് യഥാർത്ഥ പീയൂഷിനും അവനെ ഏർപ്പാടാക്കിയ ഏജന്റിനുമാണ്. ഇപ്പോഴുള്ള പീയൂഷിന്റെ യഥാർത്ഥ പേര് മണികണ്ഠൻ എന്നാണ്. കൂടാതെ അന്ന് മോഹൻ താമസിച്ച ലോഡ്ജ് മുറിക്ക് ഓപ്പോസിറ്റ് മുറിയിൽ ഒരു പയ്യൻ താമസിച്ചിരുന്നു. അവന്റെ അടയാളങ്ങൾ വെച്ച് പീയൂഷ് ആണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. കൂടാതെ മോഹൻ റൂമിൽ നിന്ന് പോകുമ്പോൾ തന്നെ ആ പയ്യനും റൂമിൽ നിന്ന് പോയെന്നറിഞ്ഞു. അപ്പൂട്ടിയെ ഫോളോ ചെയ്താൽ സത്യമറിയാനാകുമെന്ന് കരുതി നേവി ഓഫീസറും കൂട്ടരും അപ്പൂട്ടിയെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അപ്പൂട്ടിയാണെങ്കിൽ കർണാടക ബോർഡറിലെ പോസ്റ്റ് ഓഫീസിൽ പോയി ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് കാണും. അപ്പൂട്ടിയെ ലോക്ക് ചെയ്ത പോലീസ് ലെറ്റർ എടുത്ത് നോക്കുമ്പോൾ അത് കുര്യൻ എഴുതിയ ലെറ്റർ ആയിരുന്നു. കുര്യന്റെ പേരിൽ മ്ലാത്തിക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്നും ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൂട്ടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ലെറ്റർ അപ്പൂട്ടിയുടെ കൈവശമുണ്ടായിരുന്നു. ഇതെല്ലാം കുര്യൻ തന്നതാണെന്നും അവസാനമായി 5 വർഷം മുൻപാണ് താൻ കുര്യനെ കണ്ടതെന്നും അപ്പൂട്ടി പറയും. അന്ന് കുര്യൻ ഡ്രസ്സ് മുഴുവൻ രക്തമായാണ് വണ്ടിയിൽ വന്ന് കയറിയത്. വിവരം തിരക്കിയപ്പോഴോ പോലീസിനൊപ്പം ഒരു ചെറിയ പ്രശ്നത്തിന് പോയി. അവിടെ തന്നോടൊപ്പമുള്ള പയ്യനാണെങ്കിൽ പോലീസിനെ കൊന്നു. ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല, ഒളിവിൽ പോകണമെന്നും കുര്യൻ പറഞ്ഞു. അതനുസരിച്ചാണ് കുര്യനെ ദൂരെയുള്ള മലയടിവാരത്ത് കൊണ്ടുവന്ന് വിട്ടതെന്നും അപ്പോൾ കുര്യൻ തന്ന ലെറ്ററുകളാണ് തന്റെ കൈവശമുള്ളതെന്നും അപ്പൂട്ടി പറയുന്നു. മറ്റൊരു വശത്ത് മ്ലാതിയോട് താൻ നാട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പീയൂഷ് നേരെ പോയത് ലോറി ഡ്രൈവർമാർക്കടുത്തേക്കാണ്. 3 പേരും കുര്യനെ കണ്ടെത്തുവാനായിട്ട് കാട് കയറുന്നു. അതേസമയം തന്നെ നേവി ഓഫീസറും ടീമും കുര്യനെ കുറിച്ച് അറിയുവാനായിട്ട് മ്ലാതിയുടെ വീട്ടിലേക്കും എത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡോഗ്സ് ഒക്കെ അവരെ അകത്തേക്ക് കടക്കുവാനായി സമ്മതിച്ചില്ല. ഒടുവിൽ മ്ലാതി പറഞ്ഞപ്പോഴാണ് ഡോഗ്സ് എല്ലാം മാറിയതും. പീയൂഷ് നാട്ടിൽ പോയ വിവരവും മ്ലാതി പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്. കുര്യനും മോഹനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ? മോഹൻ ജയിലിൽ പോയത് എന്തിനാണെന്നുമൊക്കെ നേവി ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോഴോ മോഹൻ ജയിലിൽ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ എന്താണ് കാരണമെന്ന് കുര്യച്ചൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നും മ്ലാതി പറയും. മാത്രവുമല്ല ഒരു കാര്യം കൂടി മ്ലാതി പറയുന്നുണ്ട്. 8 മാസം മുൻപ് മോഹൻ ഇവിടെ വരുന്നതിന് 5 വർഷം മുൻപൊരിക്കൽ ഇവിടേക്ക് വന്നിരുന്നു. ഇവിടെ വന്ന് കുര്യച്ചൻ ഇവിടെ ആകെ അന്വേഷിച്ചിട്ടാണ് പോയതെന്നും മ്ലാതി പറയും. എന്നാൽ പോലീസിനോട് മ്ലാതി പറയാത്ത ഒരു കാര്യം നമ്മളെ കാണിക്കും. അന്ന് മോഹൻ വന്നിട്ട് പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ഡോഗ്സ് എല്ലാം മോഹനെ വട്ടം ചുറ്റുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു സത്യം മോഹൻ തുറന്നു പറഞ്ഞത്. അന്ന് സോയയെ കണ്ടപ്പോൾ മോഹനും കുര്യനും അവളോട് നല്ല താല്പര്യം തോന്നി. അന്ന് അവളുടെ ഹസ്ബൻഡിനെയും കൊണ്ട് അവരവിടെ നിന്ന് പോയത് സോയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് അയാളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയിട്ടാണ് സോയയ്ക്കടുത്തേക്ക് രണ്ടാമതവർ തിരികെ വന്നതും അവളുടെ ഹസ്ബൻഡ് യുദ്ധത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയെന്ന് കള്ളം പറഞ്ഞതും. പക്ഷേ ഡോഗ്സ് അവരെ അടുപ്പിച്ചില്ല. സോയയുടെ ഡോഗ്സിന് മനുഷ്യന്റെ കണ്ണിൽ നോക്കുമ്പോൾ കാര്യം മനസ്സിലാകും. മനുഷ്യർ അപകടകാരിയാണോ എന്ന് അവർക്കറിയാനും കഴിയും.
സോയയ്ക്ക് ഇവർ അപകടമാണെന്ന് ഡോഗ്സിന് മനസ്സിലായതുകൊണ്ടാണ് മുൻപൊന്നും പെരുമാറാത്തതുപോലെ ഡോഗ്സൊക്കെ പെരുമാറിയതും അവളെ കടിച്ചതും അവളെ വീടിനുള്ളിലേക്ക് തള്ളിവിട്ടതും. പക്ഷേ അപ്പോഴൊന്നും സോയയ്ക്ക് കാര്യം മനസ്സിലായില്ലല്ലോ. കുര്യനും മോഹനും ഒരുപോലെ പ്ലാൻ ചെയ്താണ് സോയയെ കൊണ്ടുവന്നത്. എന്നിട്ട് കുര്യൻ മോഹനെ കുടുക്കി ജയിലിലാക്കി. കുര്യൻ നീ കരുതും പോലെ ഒരാളല്ല എന്ന് പറഞ്ഞിട്ടാണ് മോഹൻ പോയതും. കുര്യന്റെ മനസ്സിലുള്ള ചെകുത്താനെ പറ്റി അന്നാണ് മ്ലാത്തിക്ക് മനസ്സിലായത്. അന്ന് ഒളിവിൽ പോകുവാനായിട്ട് കുര്യൻ എത്തിയ സമയമായിരുന്നു. കുര്യനോട് മോഹൻ പറഞ്ഞ കാര്യമെല്ലാം മ്ലാത്തി ചോദിക്കുമ്പോൾ കുര്യൻ ഞെട്ടിപ്പോകും. ഞാൻ വന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കുര്യൻ അവിടെ നിന്ന് പോയത്. അന്ന് പോയ കുര്യൻ ഇന്നും തിരികെ വന്നിട്ടില്ല. മറ്റൊരു വശത്ത് ലോറിക്കാർക്കൊപ്പം കാട്ടിലേക്ക് കുര്യനെ അന്വേഷിച്ചു പോകുമ്പോൾ പീയൂഷിന്റെ കയ്യിലെ വെള്ളമാണ് അവർ കുടിക്കുവാനായി ഉപയോഗിച്ചതും. വെള്ളം കുടിച്ചതും അവരുടെ ബോധം പോയി. പീയൂഷ് പ്ലാൻ ചെയ്താണ് അവരെ കൊണ്ടുവന്നതെന്നും ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. സത്യത്തിൽ അവർ ലോറിക്കാരല്ല, രണ്ടാളും കുര്യനെ പിടികൂടുവാനായി വന്ന പോലീസുകാരായിരുന്നു. ബോധം വീണ പോലീസുകാർ കെട്ടടിക്കുകയും പീയൂഷുമായിട്ട് ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. ഒരു പോലീസിനെ പീയൂഷ് കൊന്നുകളയും, മറ്റൊരാൾക്ക് പാമ്പ് കടിയേൽക്കും. രക്ഷിക്കുവാനായി പീയൂഷിനോട് പറയുമ്പോഴോ മനസാക്ഷി എന്നത് പണ്ടേ എനിക്കില്ല എന്നായിരുന്നു പീയൂഷിന്റെ മറുപടി. അങ്ങനെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മരണപ്പെട്ടു പോകുന്നു. എന്നാൽ മ്ലാത്തിക്കടുത്തെത്തിയ നേവി ഓഫീസർ മ്ലാത്തിയോട് പീയൂഷിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതും. അങ്ങനെ പീയൂഷ് 2 ദിവസം കഴിഞ്ഞ് മ്ലാത്തിക്കടുത്തേക്ക് തിരികെ വരും. പക്ഷേ വീട്ടിലെത്തുന്ന പീയൂഷ് മ്ലാത്തിയെ കാണുന്നില്ല. നോക്കുമ്പോൾ മ്ലാത്തി ഒറ്റയ്ക്കൊരു പാറയ്ക്ക് മുകളിലിരിക്കുന്നു. മാത്രവുമല്ല മ്ലാത്തി എന്തോ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടും പീയൂഷിന് മനസ്സിലായി. മ്ലാത്തിക്കടുത്തെത്തുന്ന പീയൂഷിനോട് മ്ലാത്തി പറയുന്നത്, കുര്യച്ചൻ എപ്പോഴും പറയുമായിരുന്നു തനിക്ക് എത്ര തന്നെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിച്ചാലും നല്ലൊരു ഡോഗിനെ ഇതുവരെ കിട്ടിയില്ലാന്ന്. പക്ഷേ ഇപ്പോൾ കിട്ടിയല്ലോ. കുര്യച്ചന് നീയില്ലേ എന്നും മ്ലാത്തി പറയുന്നു. കുര്യച്ചൻ പറയുന്നത് എന്തും ഡോഗായിട്ടാണ് മ്ലാത്തി പീയൂഷിനെ ഉപമിച്ചിരിക്കുന്നതും. മ്ലാത്തിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കുര്യച്ചനെ തേടി വരുന്ന എല്ലാവരെയും പീയൂഷ് കൊല്ലും. അന്ന് പോലീസിനെ കൊന്നെന്ന് കുര്യൻ പറഞ്ഞ പയ്യൻ മറ്റാരുമല്ല പീയൂഷായിരുന്നു. കുര്യന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ഈ പീയൂഷ്. അതുകൊണ്ട് തന്നെയാണ് മ്ലാത്തിയെ നോക്കുവാൻ വേണ്ടിയിട്ട് കുര്യൻ പീയൂഷിനെ ഏൽപ്പിച്ചിട്ട് പോയതും. നീ കുര്യച്ചന് വേണ്ടിയിട്ട് എന്നെ വരെ കൊല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടി വന്നാൽ കൊല്ലുമെന്നായിരുന്നു പീയൂഷിന്റെ മറുപടി. സത്യമെല്ലാം മ്ലാത്തി അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ പീയൂഷ് മ്ലാത്തിയെ കൊല്ലുവാനായിട്ട് കത്തിയെടുക്കുമ്പോഴോ പീയൂഷിനെ കടിച്ചു കീറുവാനായിട്ട് മ്ലാത്തിയുടെ ഡോഗ് അവന് ചുറ്റുമെത്തുന്നു. അതോടെ പീയൂഷ് ആ ദൗത്യം ഉപേക്ഷിച്ചു. മ്ലാത്തിയാണെങ്കിൽ ബൈനോക്കുലർ വെച്ച് ദൂരെയുള്ള മലയിലേക്ക് നോക്കും. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ആ മലയിലാണ് കുര്യച്ചനുള്ളത്. 5 വർഷം മുൻപ് കുറച്ചു ദിവസം കഴിഞ്ഞ് താൻ തിരികെ വരുമെന്ന് പറഞ്ഞു പോയ കുര്യച്ചനെ മ്ലാത്തി പണി കൊടുത്തതാണത്. തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് മലയിൽ നിന്നും പുറത്തു കടക്കാനാകാതെ കുര്യച്ചനെ ഡോഗ്സിനെ വെച്ച് മ്ലാത്തി ലോക്ക് ചെയ്തു. കുര്യച്ചൻ കരുതിയിരിക്കുന്നത് ഡോഗ്സ് എല്ലാം കുര്യച്ചന്റെ കൺട്രോളിലാണെന്നാണ്. എന്നാൽ അല്ല, മ്ലാത്തിയുടെ കൺട്രോളിലാണ്. മ്ലാത്തിയും ഡോഗ്സും തമ്മിൽ മെന്റലി കണക്റ്റഡ് ആണ്. അതന്ന് നേവി ഉദ്യോഗസ്ഥൻ വന്നതിൽ നിന്ന് മനസ്സിലാക്കാം. മ്ലാത്തി ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഡോഗ്സ് എല്ലാം ശാന്തരായി. അതുകൊണ്ടാണ് 5 വർഷമായിട്ടും കുര്യന് പുറത്തു വരാൻ കഴിയാതായതും. കുര്യന് വേണ്ടി മ്ലാത്തി ആഹാരം ഉണ്ടാക്കി കൊടുത്തു വിടാറുമുണ്ട്. മ്ലാത്തിയോട് ചെയ്ത ക്രൂരതയ്ക്കാണ് കുര്യച്ചൻ ഇന്നും ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതും. എന്തിനാണ് നേവി ഓഫീസർ കുര്യച്ചനെ അന്വേഷിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നതേയില്ല. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.